ഷോർട്സ് വീഡിയോസ് അല്ലെങ്കിൽ റീൽസ് എല്ലാം തന്നെ നമ്മൾ എല്ലാവരും ഒരു ദിവസമെങ്കിലും കുറേ അധികം സമയമെങ്കിലും കാണുന്നുണ്ടാകും. ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് സമയമെല്ലാം നമ്മുടെ നഷ്ടമാകുന്നുമുണ്ട്. ഈ ഒരു കാര്യമെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് തന്നെ മൊബൈലിൽ ചില ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ വെൽബീയിങ് എന്നൊരു സോഫ്റ്റ്വെയർ എല്ലാം സാംസങ്ങിലെല്ലാം കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡെയിലി നിങ്ങൾ ഏതെല്ലാം ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ എത്ര സമയമെല്ലാം യൂസ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് റീൽസ് എല്ലാം കാണുന്നവർക്ക് ഒരു മുട്ടൻ പണിയുമായി എല്ലാം ഇപ്പോൾ ഒരു കാര്യമെല്ലാം വന്നിട്ടുണ്ട്. ഇതിൽ രണ്ട് സെറ്റിംഗ് എല്ലാമാണ് വരുന്നത്. ഈ ഒരു സെറ്റിംഗ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ സെറ്റിംഗ്സിലാണ് പോകേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ടൈം മാനേജ്മെൻറ്റ് എന്ന ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. ഡെയിലി ലിമിറ്റ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് ഷോർട്ട് സ്പീഡ് ലിമിറ്റ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഓൺ ചെയ്യുക. ഇപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് എല്ലാം ലഭിക്കും. ഇവിടെ 15 മിനിറ്റ്സ്, 30 മിനിറ്റ്സ്, 45, 1 അവർ. അപ്പോൾ നമുക്കൊരു ദിവസത്തിൽ എത്ര മിനിറ്റ് അല്ലെങ്കിൽ എത്ര മണിക്കൂർ നമുക്ക് ഷോർട്സ് വീഡിയോസ് കാണണം, ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് ഇവിടെ ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ 1 അവർ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു 1 അവർ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പോപ്പപ്പ് എല്ലാം വരും. അതായത് നിങ്ങളുടെ ഡെയിലി ലിമിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ്. ഇനി ഇത് നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇത് 0 മിനിറ്റ് എന്ന് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു ഷോർട്സ് എല്ലാം പോയി നോക്കാം. ഇത്തരത്തിൽ ഈ ഒരു ഷോർട്സ് എല്ലാം പോകുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ലിമിറ്റ് എല്ലാം തന്നെ റീച്ച് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഹോം സ്ക്രീനിൽ ഈ 0 ലിമിറ്റ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ അധികം ഷോർട്സ് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല എന്ന് കൂടി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ഇത്തരത്തിൽ ഈ ഷോർട്സ് വീഡിയോസ് ഒന്നും ഇവിടെ അധികം വരുന്നില്ല. അപ്പോൾ അതും ഒരു ഗുണമുള്ള കാര്യം തന്നെയാണ്. അതുപോലെ ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമെന്ന് പറയുന്നത് ഇത് നമ്മൾ വീണ്ടും ഈ ഒരു സെറ്റിങ്ങിൽ പോയതിന് ശേഷം ഇവിടെ ടൈം മാനേജ്മെൻറ്റ് എന്നതിൽ പോയതിന് ശേഷം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മുടെ ദിവസത്തിലുള്ള ഉറക്കം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ രാത്രിയും ഇതുപോലെ എല്ലാ വർക്കും കഴിഞ്ഞ് കുറച്ച് നേരം റീൽസ് കാണാമെന്ന് കരുതി നമ്മൾ ഓൺ ചെയ്യുമ്പോഴായിരിക്കും ഇത് നമ്മുടെ ഉറക്കത്തെയും ബാധിക്കുന്നത്. കാരണം ചില ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് എല്ലാം വരുമ്പോൾ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കും. അതിനാൽ തന്നെ നമുക്ക് ടൈം പോകുന്നത് അറിയില്ല, കറക്റ്റായി ഉറങ്ങാനും നമുക്ക് സാധിക്കില്ല. അതിനാൽ തന്നെ ഇവിടെ ഇപ്പോൾ യൂട്യൂബ് ഒരു അടിപൊളി ഫീച്ചർ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ ഇവിടെ നിങ്ങൾക്ക് കാണാം. റിമൈൻഡ് മീ വെൻ ഇറ്റ്സ് ബെഡ് ടൈം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ടൈം അതുപോലെ എൻഡ് ടൈം എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എപ്പോഴാണ് ബെഡ് ടൈം സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ 10 മണിക്കെല്ലാം ഉറങ്ങാൻ കിടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയമെല്ലാം തന്നെ 10 PM എന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അതുപോലെ നിങ്ങളുടെ രാവിലെ ഏത് സമയത്താണ് നിങ്ങൾ എണീക്കുന്നത് ആ ഒരു സമയം വരെ നിങ്ങൾക്ക് മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും വേണ്ട എന്ന രീതിയിൽ ഇവിടെ എൻഡ് ടൈം 4 AM ഇത് നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ബെഡ് ടൈം ആയി സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ വീഡിയോസ് എല്ലാം കാണുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു മെസ്സേജ് എല്ലാം നിങ്ങൾക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിലെല്ലാം കുറച്ച് കൺട്രോൾ എല്ലാം കൊണ്ടുവരുന്നതിന് അതുപോലെ നമ്മുടെ റീൽ അഡിക്ഷൻ എല്ലാം തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാനും അതുവഴി നമ്മുടെ ദിനചര്യയിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങളെല്ലാം കൊണ്ടുവരാൻ സാധിക്കും.